എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആവശ്യമുള്ള കണ്ട ഞങ്ങൾ ഒത്തിരി നാളായാലേ വന്നിട്ട് കുറച്ച് ബിസിയും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു മടിയും കൂടെ വന്ന് ഇന്ന് വിചാരിക്കും നാളെ വീഡിയോ എടുക്കാം, നാളെ വിചാരിക്കും നാളെ വീഡിയോ എടുക്കാം. അല്ലേ കുട്ടി? പിന്നെ ആഘോഷങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്നും ഇനിയിപ്പോൾ ചിലപ്പോൾ ഷോർട്സ് വീഡിയോ കുറവായിരിക്കും കേട്ടോ, കാരണം വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. തുറക്കരുത് അങ്ങനെ. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ പ്രതീക്ഷിക്കണം. കാരണം ഷോർട്സ് നമ്മൾ എന്ന് വിടണമെങ്കിൽ എന്നും വീഡിയോ എടുക്കേണ്ടി വരുവേ. അപ്പോൾ എന്നും എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇനി ചിലപ്പോൾ ലോങ് വീഡിയോസ് മാത്രമേ കാണുള്ളൂ. കാരണം വാച്ച് അവർ കംപ്ലീറ്റ് ആവാതെ നമ്മുടെ ഈ ഷോർട്സ് ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം യൂട്യൂബ് ചാനല് ആദ്യം തുടങ്ങിയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു, ഇടിവെട്ടും മിന്നലോടെ കൂടിയ തുടങ്ങിയതല്ലേ ആകുമ്പോളെ. ഞാൻ ഇപ്പം അങ്ങ് റെഡിയാക്കും, ഇപ്പം അങ്ങ് ശരിയാക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം ഇതേന്നും പറഞ്ഞ്, കാരണം മെയിനായിട്ട് ഇതിന് ടൈം വേണം കേട്ടോ. കാരണം ഒട്ടും ടൈം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടാണ് ഞാൻ ഇതിന് തുടങ്ങിയപ്പോൾ ഞാൻ അതങ്ങ് ചെയ്യും, ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങിയതല്ല. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞേ ഇതിലെന്തെങ്കിലും ഒരു ഇൻകം കിട്ടണമെങ്കിൽ നല്ല പാടാട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ തുടങ്ങി ലാസ്റ്റ് കുറേ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് മടുത്തു കേട്ടോ. വേണ്ട മതി, കാരണം എത്രയോ നല്ല യൂട്യൂബേഴ്സ് ചാനലുകളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ആവുകൊണ്ട് അടുത്ത് നമ്മുടെ ഈ അളിഞ്ഞ ചാനൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോടി എന്നൊക്കെ ആവുകൊണ്ട് അടുത്ത് ചോദിച്ചേട്ടോ. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഇൻകം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് വിചാരിച്ചേട്ടോ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ മിക്കവാറും വീഡിയോസ് മാത്രമേ ഇടുള്ളൂ കേട്ടോ. അല്ലേ ആകുമോനെ? അതാകുമ്പോൾ ഒന്നിക്കൊന്നിരാണ്ട് വരും. മെനക്കെട്ടിരുന്ന് ഒരു ദിവസം അങ്ങ് വീഡിയോ എടുത്താൽ അതില്ല. അപ്പോൾ ഡെയിലി വീഡിയോ ഇടലും നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. ആ കുട്ടി നേരെ നോക്കിയിരിക്കുക. ആ കുട്ടി മോളെ, ആ കുട്ടിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആദ്യം അത് പറയട്ടെ. ആവശ്യമോ സുഖമാണോ? ആണോ? അവൾക്കിപ്പോൾ ഇത്തിരി ചായ കൊടുത്ത് അതാട്ടോ വായിലിങ്ങനെ കളറായിട്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി, ഞാനധികം ചായ കൊടുക്കാറില്ല. ഇന്ന് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ കുഞ്ഞിന് ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ചായ ഇഷ്ടമാണ് കേട്ടോ. അല്ലേ ആ കുട്ടി? എനിക്ക് ചായ ഇഷ്ടമായതുകൊണ്ട് കോമൺ ആയിട്ടോ അവൾക്കും ചായ ഇഷ്ടമാണ്. അപ്പം ആ കുട്ടിക്ക് സുഖമാണോ? ആവശ്യമുള്ള സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മിയാമോക്ക് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവൾക്ക് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നല്ല മാർക്കുണ്ട്, നല്ലതായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് എന്താ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, 2 ദിവസമല്ല കേട്ടോ, ഒരാഴ്ച മുമ്പ് നമ്മൾ ബാംഗ്ലൂരാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ബാംഗ്ലൂരാട്ടോ സെറ്റിലായിരിക്കുന്നത്. സെറ്റിലായെന്ന് വെച്ചാൽ വാടക വീടാണ് കേട്ടോ, സ്വന്തം വീടൊന്നും അല്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ എല്ലാം പോയി. ഇപ്പം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ശരിക്കും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ എനിക്കൊരു മടിയാട്ടോ. കാരണം എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് എനിക്ക് കോമൺ ആയിട്ട് ഒരിഷ്ടം. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയാത്ത. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ ഇനി എന്ത് വായിട്ടരച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. കാരണം അവരവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളാണല്ലോ, നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോഴും ഞാൻ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നത് ആകാശങ്ങളെ ഞാൻ മറന്നുപോയി. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പൊ ചെറുതായിട്ട് എന്ന് പറയും കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരാഴ്ച മുമ്പിട്ട് നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ പത്രത്തിലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ? ഭിന്നശേഷിയുള്ള പിള്ളേരെ പറയുവാണെങ്കിൽ 10 ലക്ഷം രൂപ പിഴയാണെന്ന് കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരും വീട് ഞാനിങ്ങനെ കാണും കേട്ടോ. പ്രത്യേകിച്ച് ആവുണ്ടെ പോലുള്ള ആദൂട്ടിയുടെ, കണ്ണൻ മോൻ്റെ, പിന്നെ എന്താ കുറേ പേരുടെ വീട് പേര് കിട്ടുന്നില്ല കേട്ടോ. കുറേ പേരുടെ, നമ്മുടെ കിച്ചൂട്ടൻ്റെ കുറേ പേരുടെ കാണും കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് കുറേ പേരിങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ചു എന്തിനാ ഇങ്ങനെ പറയണേ. അപ്പം കാരണം ഇന്ന് അവരെ പറയണേ നാളെ എന്നെയും കൊച്ചിനെ ആയിരിക്കാം. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, നിങ്ങളുടെ കഴിയ കാലത്ത് തെറ്റ് കൊണ്ടായിരിക്കും കൊച്ചുങ്ങളിങ്ങനെ, അങ്ങനെ കുറേ കേൾക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. അതങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മളെടുക്കുന്ന എഫർട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ, നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പറയരുത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് പറയണ നിർബന്ധമാണെങ്കിൽ 10 ലക്ഷം രൂപ എടുത്ത് വെച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ. ഞാൻ വേണേൽ നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ഞാൻ ആ പേപ്പർ കട്ടിങ് ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരിക്കലും പറയാൻ പാടില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ. കാരണം ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളും ഒരു തെറ്റും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ അമ്മമാർ എന്ത് പൊന്നുപോലെ നോക്കുന്നതെന്ന് അറിയാം.
അറിയോ? അപ്പം നിങ്ങൾ ഓരോ കുത്തുവാക്കുകളും പറയുമ്പം ശരിക്കും നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെവി കേൾക്കുന്നതും ചെവി കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറയുമെന്നോ പറഞ്ഞു കൂട്ടുമെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ സൊസൈറ്റി തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൂടുതലും കുറ്റവും അങ്ങനെയൊന്നും പറയാതിരിക്കുക. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, കാരണം ഇവൾക്ക് ഇപ്പം ആവശ്യമൊക്കെ നോർമലായിട്ട് ഇങ്ങനെ ആയതല്ല. ഇവൾക്ക് ജനിച്ചപ്പോൾ നോർമലായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. 1.5 വയസ്സിൽ ഒരു പനി വന്നിട്ട് മൂക്ക് ഇങ്ങനെ. കാരണം അതിനു മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പം നിങ്ങളുടെയും കുറ്റമല്ല, നോർമൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട്. ശരിക്കും അറിയില്ല. നിങ്ങൾ എത്ര അറിയാം ഇതാന്ന് പറഞ്ഞാൽ ശരിക്കും അറിയില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴേ അറിയുള്ളൂ. കാരണം ഇവളിങ്ങനെ ആയത് പിന്നാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടും. പിന്നെ ഇവള് നേരത്തെ 1.5 വയസ്സിൽ ഇങ്ങനെ ആയെങ്കിൽ ഇവള് അന്നൊരു ചെറിയ കുഞ്ഞായിരുന്നു. ഇപ്പോൾ വളർന്നു വരുന്തോറും അവിടെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കറിയാം. നേരത്തെ ഞങ്ങൾക്ക് ആ കുട്ടിക്ക് കിടക്കാൻ വേണ്ടി കട്ടിലൊക്കെ എടുത്തിട്ടോ. നേരത്തെ നമ്മൾ തറയിലായിരുന്നു, നമ്മുടെ നേരത്തെയുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, തറയിലായിരുന്നു കിടക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവക്ക് നമ്മൾ ഈ കട്ടിലെ കിടക്കുമ്പോൾ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ല, കിണീന്ന്. ആ സൗണ്ട് കേട്ടാൽ തന്നെ ഇവിടെ ഉറക്കം പോകുന്നൊരു കുഞ്ഞായവള് കേട്ടോ. ഇങ്ങോട്ട് ചിരിഞ്ഞ് നോക്കിക്ക്. പിന്നെ ഉറക്കം പോകുന്ന കുഞ്ഞാണ് ഇവള്. പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരിച്ചു കിടക്കണം. നമുക്ക് തനിയെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനാണ് ഉറക്കത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങോട്ട് റൈറ്റ് സൈഡ് തിരിഞ്ഞെടുത്തപ്പോൾ ഞാൻ തിരിച്ച് റൈറ്റ് സൈഡ് കിടക്കും, ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞെടുക്കാം, ഞാൻ തിരിച്ച് ലെഫ്റ്റ് സൈഡ് വന്ന് കിടക്കാം. അങ്ങനെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ. അപ്പം ഇങ്ങനെയാണ് ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങൾ അവരവരുടെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അമ്മയ്ക്ക് അച്ഛന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും നാൾ തറയെ കിടത്തിക്കൊണ്ടെന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കിടത്തിക്കൊണ്ട്. പിന്നെ അന്ന് നമുക്ക് ഇത്രയും നീളോ ഹൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം എടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പം ഇപ്പം എന്താ വെച്ചാൽ താഴ്ന്നൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളൂ. ഒരാൾ താഴ്ന്ന് പൊക്കി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം. എനിക്കും ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ കട്ടിലെടുത്ത്, ചേച്ചിമാർ അന്നേ പറയുന്നുണ്ട് കട്ടിലെടുത്ത് ചെറിയ കഷ്ടമാണെന്ന്. അപ്പം ഞാനാട്ടോ സമ്മതിക്കും. പിന്നെ നമ്മളിപ്പോൾ കട്ടിലൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ കട്ടിലേട്ടാണ് കിടക്കുന്നത്. അപ്പം ഇപ്പം ഈ ആകുവിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എനിക്കറിയാം. അങ്ങനെയാണ് ഓരോ കൊച്ചുങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ കുറച്ച് നേരം കാണുന്ന ഈ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിലയിരുത്തരുത്. നിങ്ങൾ വിചാരിക്കും എന്താ എളുപ്പമാ ഈസിയാ കുഞ്ഞുങ്ങൾ. ഒരിക്കലുമല്ല. ഈ കയ്യൊന്ന് താഴ്ച തുപ്പരുത്. ഇവിടെ എന്താ വെച്ചാൽ വായിന്ന് തുപ്പല് വീഴുക. അത് തന്നെ ഉടുപ്പ് നനേ, അതായത് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ. അപ്പം ഇങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ കഴിവതും നിങ്ങളൊന്നും പറയരുത്. അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക, ഓരോരുത്തർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയോ. കാരണം നിങ്ങൾ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ജോലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് പറ്റും. ഞങ്ങൾക്കത് പറ്റില്ല. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം ഇവിടെ ആകാശമോൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ എൻ്റെ ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ എന്നെ കാണണം, കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇവിടെ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ പാമ്പസൊക്കെ മാറ്റി അവൾ എന്നെ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ എഴുന്നേറ്റ് ചായ ഇടാൻ വേണ്ടി പോവുകയുള്ളൂ. അല്ലാതെ പോകാൻ പറ്റത്തില്ല. കാരണം അവളെ എങ്ങനെയാണെന്ന് എനിക്കല്ല, അതേപോലെയാണ് ഓരോ കുഞ്ഞുങ്ങളും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് വിചാരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദയവ് ഇതൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 ലക്ഷമാണെന്ന് ഓർമ്മ വേണം. ഞാൻ എൻ്റെ സൈഡിൽ അതിൻ്റെ എവിടെയെങ്കിലും ഞാൻ അതിൻ്റെ ചേച്ചി എനിക്ക് കാണിച്ചു തന്നെ, ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് സത്യമാണെന്ന് അറിയണമല്ലോ. അങ്ങനെയാണ് ആകാശമുണ്ട്. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇനി കുറ്റം പറയാൻ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പേര് പറയുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ കൂലിയില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ വേറെ എന്ത് ജോലിക്ക് പോകാനാന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പം ആകുന് ഇപ്പം എൻ്റെ കാര്യം പറയാം കേട്ടോ. ഇപ്പം ആകാശമോളെ ഞാൻ ഒരാളെ നോക്കാൻ വേണ്ടി ഒരാളെ നോക്കാൻ വേണം. അപ്പം നമ്മൾ ഒരാളെ നോക്കാൻ വേണ്ടി ഇവിടെ നിർത്തുവാണെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോകേണ്ടി വരത്തില്ലേ. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം നോക്കുന്ന ആൾക്ക് കൊടുക്കണ്ടേ. അതിലും ഭേദം ഞാനിങ്ങ് പോവാതിരുന്നാൽ പോരെ. പിന്നെ ഞങ്ങളെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇവർക്ക് ദാഹിക്കുന്നെന്നോ വിശക്കുന്നെന്നോ പറയാൻ ഇവർക്ക് അറിയില്ല. ഇവർ ടൈമിങ് നോക്കിയാൽ ഞാൻ 2 മണിക്കൂർ ഇടവിട്ടാട്ടെ ഇവർക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിലും വെള്ളം കൊടുക്കുകയാണെങ്കിലും കൊടുക്കുന്നത് നമ്മളൊരു ടൈമിങ് വെച്ചാൽ കൊടുക്കണം. കാരണം ഇവൾക്ക് പറയാൻ അറിയില്ല, ഞാനാണെങ്കിലും അച്ഛയാണെങ്കിലും.
പറയാനില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതിൽ പരം വേറെ എന്ത് ജോലി ചെയ്യാനാണ്? ഞങ്ങൾക്ക് പറ്റിയ ജോലിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. എന്നെ മാത്രമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഒരുപാട് മക്കളുണ്ട്, ദയവ് ചെയ്ത് അവരെ കുറ്റം പറയാതെ അവർക്ക് നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അതെന്ത് നല്ല കാര്യമാണെന്നറിയാം. നിങ്ങൾക്കത് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ആ കുട്ടി അങ്ങോട്ട് നോക്കാം, കുട്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം വീഡിയോ ഒരുപാട് ലെന്തായി പോകുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ നിർത്താം. അടുത്ത വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഈ ചാനൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ ആവശ്യമോളെ? എനിക്ക് ബായ് പറഞ്ഞേ, ആ കുട്ടി ബായ് പറഞ്ഞേ. ആ കുട്ടീനെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ പൊട്ടാക്കി ഇട്ടിട്ട് കുട്ടി ഇരുത്തിയേക്കോട്ടെ. അല്ലേ ആ കുട്ടി? അവിടെ കഴുത്ത് റെഡി അല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാട്ടെ ഇതൊക്കെ വെച്ചേക്കുന്നത്. ഓക്കെ, ബൈ പറഞ്ഞു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. ബൈ ബൈ പറഞ്ഞു കുട്ടൂസേ. ബൈ.